ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, എത്ര നല്ല ഭംഗിയിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായി. ഇനി മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അത്രയും അതിൻ്റെ ഉള്ളിലുള്ള നിറച്ചതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുമാണ്. അപ്പം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര സന്തോഷം, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് കോഴിക്കോട്ടുകാരുടെ ഒരു വിഭവമാണ്. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാനത് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഉണ്ട് ഫേമസ് അല്ല ഈ ചട്ടിപ്പത്തിരി, എന്നാലും ഉണ്ടാക്കണവരുണ്ടാവും. ഞാൻ അത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കുബൂസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. എല്ലാവരും മൈദ അങ്ങനെ കലക്കിയിട്ട് പാർന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഈ കോഴിക്കോട്ടുകാർ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ എന്താണെന്ന് വെച്ച്, അപ്പം അത് ഒന്നും കൂടി ടേസ്റ്റായി, വയറും നിറയും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട്ടുകാരെ സൽക്കാരത്തിൻ്റെ മൊഞ്ചുള്ളൊരു വിഭവമാണ് ഈ ഒരു ചട്ടിപ്പത്തിരി. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 സവാളയാണ് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടത്. നമുക്ക് എത്ര വേണമെന്ന്, ഫില്ലിങ്ങിന് എത്ര വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് അതിന് സാധനങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഞാനൊരു 4 കുബൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും ഇത് 2 വെച്ചുണ്ടാക്കാം, 3 വെച്ചുണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് വഴറ്റി, അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് അത് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് ഗരം മസാല, കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മല്ലി വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമുക്ക് എന്താണോ ഇതിലേക്ക് ചേരേണ്ടത് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തത്, ക്യാപ്സിക്കവും തക്കാളി. അപ്പോൾ മഞ്ഞ ക്യാപ്സിക്കവും പച്ച ക്യാപ്സിക്കവും ഉണ്ട്. അപ്പോൾ ചുമപ്പിനും അതിൽ ഞാൻ ഈ തക്കാളിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് മുറിച്ചെടുത്തിട്ടാണ് ചേർത്തത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ഉള്ളിയും ഈ ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് വഴന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ചിക്കനാണ് ഇടുന്നത്. ഇത് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ നാടൻ കോഴിനെ അറുത്തിന്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ട് നുള്ളിപ്പിച്ചതാണ്. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് വേണ്ടി ഞാനൊരു 7 മുട്ടയാണ് ഇട്ടെടുത്തിക്കുന്നത്. ഞാൻ നാടൻ മുട്ടയാണ് എടുത്തിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങണ മുട്ടയാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും, കാരണം അത് കുറച്ച് അധികം ഉണ്ടാവില്ലേ. അത് നാടൻ മുട്ടയാകുമ്പോൾ ചെറിയ മുട്ടയല്ലേ. അപ്പോൾ ഞാനൊരു 7 മുട്ട എടുത്തിന് അതൊന്നൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുക. മിക്സിയിലടിച്ചാൽ പറ്റ വെള്ളം പോലെ ആവും. അപ്പോൾ അതൊരു നമ്മൾ ഇത് മുക്കിയെടുക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആക്കണം. തീയൊക്കെ ഓഫാക്കി ചൂടാറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കുബൂസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഒരു വലുപ്പം എണ്ണ വെച്ചിട്ട് കുറച്ചൊരു മുട്ട ഒന്ന് അതിൻ്റെ അടിയിലൊന്നും ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഓഫാക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓഫാക്കിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കുബൂസൊക്കെ വെച്ചിട്ട് അത് നിറക്കണത്. അപ്പോൾ അത് ഓഫാക്കിക്കണം കേട്ടോ തീയും. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവം ഇവിടെ റെഡി ആയിക്കണം. കുബൂസ്, അത് പാത്രം, അത് മുട്ട, മസാല ഒക്കെ ഇവിടെ തയ്യാറായിക്കണം. ഇനി അത് നമ്മൾ ഈ ഓരോ കുബൂസും എടുത്തിട്ട് ഇതേപോലെ ആ മുട്ടൻ്റെ ആ ഒരു കൂട്ടിൽ മുക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനാണ് ഞാൻ കുബൂസ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. കടയ്ക്ക് പറഞ്ഞയച്ചപ്പോൾ കുബൂസ് കിട്ടിയില്ല, നോമ്പായതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഈ കുബൂസിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം മുട്ട ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു ചട്ടിയിൽ, പിന്നെ അതിൻ്റെ മുകളിലും കുബൂസ് ഇട്ടിട്ടു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കൂട്ട് ഇതിലൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കുബൂസ് മുട്ടൻ്റെ മാവിൽ ഇതിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലകൾ നിരത്തി കൊടുക്കുക.
അങ്ങനെ ഞാൻ 3 കുബൂസിൻ്റെ മുകളിലും ഇതേപോലെ മസാല നിരത്തി കൊടുത്തു. ഞാൻ ഇത് വഴറ്റിയപ്പോൾ മല്ലിച്ചപ്പ് ഇടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 3 കുബൂസിൻ്റെ മുകളിലും ഞാൻ മസാല വെച്ചിട്ട് നിറച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കുബൂസ് അതിൻ്റെ മുകളിലും വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ 3 എണ്ണം വെച്ച് നമുക്ക് നിറച്ച് നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. 2 ലെയറാണ് ഉണ്ടാക്കാം, 3 ലെയർ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനപ്പം 3 കുബൂസിൻ്റെ മുകളിലും മസാല ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു കുബൂസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ മസാല ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കോ അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ക്യാപ്സിക്കോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ആയി കിട്ടുമ്പോൾ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കളർഫുള്ളായില്ല, അപ്പം കാണാൻ നല്ല ഭംഗിയല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കൂട്ടി വെച്ച മുട്ടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ബാക്കി വന്നത് ഇതിൻ്റെ മുകളിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മുക്കി കഴിഞ്ഞിട്ട് മുട്ടൻ്റെ ഇത് കുറവാണെങ്കിൽ 1-2 മുട്ട ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ച് കൊടുത്താലാണിത് നല്ല നമുക്കൊരു കേക്കിൻ്റെ ആ ഒരു ആകൃതിയിൽ കിട്ടുക. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത്. എന്നാലേ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെല്ലുള്ളൂ. അപ്പം ഞാൻ അത് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ഒഴിവാക്കിയൊരു ചട്ടി ഉണ്ടായിനി. ആ ചട്ടി നല്ലോണം ഒരു 5 മിനിറ്റ് നല്ലോണം ചൂടാക്കി എടുത്തതാണ്. ആ ചൂടാക്കിയിട്ട് ഈ ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഫ്രെയിം പാൻ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കട്ടോ. ഞാൻ സ്റ്റീലിൻ്റെയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു 10-20 മിനിറ്റ് ഈ ഒരു ചൂടിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് അടിഭാഗം മുകളായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മുകൾ ഭാഗം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അടുപ്പിൽ ഒന്നും കൂടി ഒന്ന് പിന്നെ നമ്മൾ ഈ മുകളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിത് അങ്ങനെ ഓവനിലാണ് വെച്ചത് കേട്ടോ. മുകളൊന്ന് ആയി കിട്ടാൻ ഓവനിലൊന്ന് ചൂടാക്കി എടുത്തുകയാണ് ചെയ്തത്. നമുക്ക് ആ പാത്രത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അരികൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു പിന്നെ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വേറെ എടുത്തിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് കമത്തിയാൽ മതി. നമ്മൾ അപ്പൊക്കെ ചൂടുന്ന ആ ഒരു പാത്രത്തേക്ക് ഒന്ന് കമത്തിയിട്ട് ആ ഒരു കമത്തിയ ഭാഗം ഒന്ന് ഇങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അധികം ഒന്നും ചൂടാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി അല്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. കാണാൻ തന്നെ കളർഫുള്ളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു ഇത് കളർഫുള്ളായിട്ടുള്ള ഇങ്ങനെ ഒരു വിഭവം കിട്ടിയതിൽ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. കുബൂസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇനി ചപ്പാത്തി വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ. ഞാനിങ്ങനെ ഒരു ചട്ടിപ്പത്തിരി ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടോയെന്നില്ല, ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. ഒരു കളർഫുള്ളായിട്ട് തോന്നി എനിക്ക്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേറെ നിറയാൻ ഇതൊരു മതി കേട്ടോ. ഇപ്പോൾ പുതിയാപ്പിള സൽക്കാരത്തിനൊക്കെ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത്. ഞാൻ വലിയ കഷ്ണാക്കി വെട്ടിയിട്ട് ഇതിലേറെ ചെറുതായി പീസാക്കി വെട്ടിയാൽ കുറേ ആളുള്ളവർക്കൊക്കെ എടുക്കുക. ഞാൻ 4 പീസാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ 4 പേരുള്ളൂ. അപ്പോൾ 4 പീസാക്കി എടുത്തത് കണ്ടോ. നല്ല കളർഫുള്ളായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.